ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് തീർത്ഥാടകർ. ഹജ്ജ് വേളയിലെ കടുത്ത തിരക്ക് ഒഴിവാക്കാൻ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രധാന ചരിത്ര കേന്ദ്രങ്ങൾ കണ്ടു തീർക്കുകയാണ് ലക്ഷ്യം. മലയാളി തീർത്ഥാടകരും കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി പുണ്യഭൂമിയിലെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ ചരിത്ര കേന്ദ്രങ്ങളും പുണ്യസ്ഥലങ്ങളുമൊക്കെ സന്ദർശിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടനവധി പുണ്യസ്ഥലങ്ങളും മസ്ജിദുകളുമാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനാലാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സന്ദർശനം പൂർത്തിയാക്കുന്നതെന്ന് അൽഹിന്ദ് ഗ്രൂപ്പിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ പറഞ്ഞു. നമ്മുടെ ഇത്തവണത്തെ ഓൺഗോയിങ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം വല്ലാത്ത ടെൻഷനിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ഹറമിന്റെ തൊട്ടടുത്തുള്ള ക്ലോക്ക് ടവറിൽ തന്നെയാണ് നമുക്ക് താമസം കിട്ടിയത്. അതിനുശേഷം ഉംറ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല മിന, മുസ്ദലിഫ, അതുപോലെയുള്ള സൗർ ഗുഹ, ഹിറ ഗുഹ, ഇങ്ങനെയുള്ള ഇതിന് ചുറ്റുവട്ടമുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് വന്നിരിക്കുന്നത്. മദീനയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അനുഗ്രഹവും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൗദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അറഫ, മിന, മുസ്ദലിഫ എന്നീ ഹജ്ജ് കേന്ദ്രങ്ങൾക്ക് പുറമെ ചരിത്ര പ്രധാനമായ സൗർ ഗുഹ, ഹിറ ഗുഹ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശകരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന്റെ സമയത്ത് വിശാലമായ അറഫ മൈതാനത്തോ ജബലുർ റഹ്മ മലയിലോ സമാധാനത്തോടെ സന്ദർശനം നടത്തുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ ഇപ്പോൾ തന്നെ പല തീർത്ഥാടകരും സന്ദർശനം നടത്തുന്നു. അറഫ ദിനത്തിന്റെ അന്ന് ഈ ജബലുർ റഹ്മയും ഇതിന്റെ പരിസര പ്രദേശങ്ങളും എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ തീർത്ഥാടകർക്ക് ഇങ്ങനെയൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മക്കയ്ക്ക് പുറമെ മദീനയിലെ പുണ്യസ്ഥലങ്ങളും ചരിത്ര കേന്ദ്രങ്ങളും സന്ദർശിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. 5-6 ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടു നിൽക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർ ഇത്തരം പുണ്യസ്ഥലങ്ങളും ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ് ചെയ്യുക. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.